റഷാസ് വൈബ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിതാ ഈ ഒരു തെങ്ങിൻ്റെ മേലെയാണ് കേട്ടോ. തെങ്ങിൻ്റെ മേലെയല്ല, ഇതാ ലാഡറിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇന്ന് ഒരു ഇളനീർ പുഡിങ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇളനീർ പൊട്ടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. ഇളനീർ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇളനീരൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഒരു ചെറിയ തെങ്ങുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഇളനീര് പൊട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ലാഡറൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി ഒരു 4 ഇളനീര്, ഏകദേശം പാകമായിട്ടുള്ള 4 ഇളനീര് നോക്കിയിട്ട് പൊട്ടിച്ചെടുത്തു. ഈ ഒരു തെങ്ങ് ഞങ്ങൾ മണ്ണുത്തിയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഒരു 5-6 വർഷമായിട്ടുണ്ട് ഈ ഒരു തെങ്ങ് വാങ്ങിച്ചിട്ട്. അതിന് ശേഷം ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കായൊക്കെ കിട്ടാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കായൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഇളനീരൊക്കെ കുടിക്കാൻ ഇതേപോലത്തെ തെങ്ങ് വാങ്ങിക്കുകയാണ് കേട്ടോ ബെസ്റ്റ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ വേഗം കായബലം തരുകയും ചെയ്യും. ഇളനീരൊക്കെ പൊട്ടിച്ചിട്ടതാ അതിൽ നിന്നും വെള്ളവും അതിൻ്റെ കാമ്പൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ പ്ലെയിൻ ചൈന ഗ്രാസ് 10 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 1 കപ്പ് ഇളനീര് വെള്ളം, ഒരു സോസ് പാൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഇളനീര് വെള്ളം സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതാ ഈ ഒരു ചൈന ഗ്രാസ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചൈന ഗ്രാസും അതുപോലെ തന്നെ ഇളനീരിൻ്റെ വെള്ളം കൂടിയിട്ടുള്ളത് നന്നായിട്ട് ഇങ്ങനെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ, മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ലോ ഫ്ലെയിമിൽ വേറൊരു സ്റ്റൗവിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ ഒരു സ്റ്റൗവിൽ ഒരു സോസ് പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഇളനീരിൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൈന ഗ്രാസും ഇളനീരും കൂടിയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം നല്ല ലോ ആവാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊരു പിരിഞ്ഞ പോലെ ആവും. അപ്പോൾ ഫ്ലെയിം നല്ല ലോ ആക്കി വെക്കുക. ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇളനീരിൻ്റെ പീസസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു മിക്സ് ഒരു അരിപ്പയിലൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ഇതിന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കിയാലോ? കുഞ്ഞൂസ് റെഡി അല്ലേ? റെഡി? ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. Kita. Taste uണ്ടോ? കൈ കൊണ്ട് എടുക്കണേ ഞാന്. വേണ്ട. ഞാൻ ഇവിടുത്തെ എടുക്കട്ടെ. നിക്കടി. തോർത്തെടുക്കാൻ കൂടിയാണ്. എടുത്തേ. ഇതോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇളനീർ പുഡിങ്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ നമ്മളിതാ ഇത് കട്ട് ചെയ്തിട്ട് കുഞ്ഞൂസിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കട്ട് ചെയ്തിട്ട് കുഞ്ഞൂസിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. കുഞ്ഞൂസെ വായ കാണിക്ക്. കഴിക്കി. കഴിഞ്ഞോ? എങ്ങനെ ഉണ്ടായിരുന്നു? രസമുണ്ടോ? ഓക്കെ, അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് കുഞ്ഞൂസ് പറഞ്ഞത്. ഇനി വായ വിളിക്കണ്ട, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇത് കടിക്കാതെ നമുക്ക് ഇറക്കാം അല്ലേ? ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോ ഇല്ലേ? ഇളനീരിന്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നന്നായിട്ട് ഇളനീരിനെക്കാട്ടും കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. ഇളനീരിന്റെ ആ ഒരു ടേസ്റ്റ് ആണ്. പിന്നെ അതിൽ കുറച്ചുകൂടി മധുരം വന്നപ്പോൾ നല്ലൊരു ഇളനീരിന്റെ കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ കുഞ്ഞൂസിന് കൊടുക്കട്ടെ. കുഞ്ഞൂസ് കാത്തിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അതാര്